അക്കാലത്ത് ഈ പാവപ്പെട്ട വേശ്യകളുടെ ആക്രമിച്ചിരുന്നൊരു ഗുണ്ടയെ ഞാൻ ഓർമ്മിക്കുകയാണ്. അവർ 4-5 പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചോ, ഞങ്ങളെ ഒരു ഗുണ്ട, അവൻ പാർട്ടിക്കാരനാണ്, അതുപോലെ തന്നെ ഗുണ്ടയാണ്, മദ്യപാനിയാണ്, അയാൾ വന്ന് ഞങ്ങളെ ഓരോ വീടുകളിലും കയറി ആക്രമിക്കുകയാണ്. അയാൾ പറയുന്നത്, നിങ്ങളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എനിക്കെന്താ, ഇന്നത്തേക്ക് നിൻ്റെ കൂടെയാണ്. അപ്പം ഇങ്ങനെ വന്ന് ആക്രമിച്ച് ഉപദ്രവിക്കുന്ന ഭയവും ദുഃഖവും പേടി വന്ന സ്ത്രീകൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാവരും കൂടി ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കി ഒപ്പിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അവരെല്ലാ കോളനിയിലുള്ള എല്ലാവരും കൂടെ ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. ഒപ്പിട്ട് മെമ്മോറാണ്ടമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ആലുവ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഓടിക്കും, ഞങ്ങളെ കേൾക്കാനായിട്ട് അവർ തയ്യാറാവില്ല. അതിനൊരു കാര്യം ചെയ്തു, ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ട് SIക്ക് മെമ്മോറാണ്ടം കൊടുക്കുക. എന്നിട്ട് സ്നേഹാലയത്തിലെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് തരുന്നത് എന്നുകൂടി പറയുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അവർ സ്വീകരിച്ചു. പോലീസുകാരി ഗുണ്ടയെ വിളിച്ചു. അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരുമായിട്ടാണ് അയാൾ ചെന്നത്. ഇങ്ങനെ ഗുണ്ടകളും പാർട്ടിയും ഒരുമിച്ചാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നീതി ലഭിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. പാർട്ടിക്കാർ വിളിച്ച് അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പിന്നെ പാർട്ടിയുടെ തലമാണ്, ഉപദ്രവമൊന്നും ചെയ്യരുത്, ഇയാൾ അങ്ങനെയുള്ള മനുഷ്യനല്ല എന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഒന്ന്, ഇത് മാസ് പെറ്റീഷനാണ്. രണ്ടാമത്തത്, സ്നേഹാലയത്തിലെ അച്ഛനാണ് ഇതിൻ്റെ പുറയിലുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാക്കുക. അല്ലാതെ എനിക്ക് അച്ഛൻ മുകളിലോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് SI അവരെ പറഞ്ഞു വിട്ടു. അവർ ഓടി എൻ്റെ അടുത്ത് വന്നു, പാർട്ടിക്കാരും ഗുണ്ടയൊക്കെ ആയിട്ട്, അച്ചോ രക്ഷിക്കണം, ഇങ്ങനെ ഞങ്ങൾ SIയുടെ അടുത്ത് പോയായിരുന്നു, അച്ഛൻ ഇതേമാതിരി മാസ് പെറ്റീഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങളോടും വിരോധമില്ല, ആ പാവപ്പെട്ടവരോടും വിരോധമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു കോംപ്രമൈസ് ആകണം, മേലിൽ അവിടെ പോയി ആക്രമിക്കരുത്, അത്രയേ ഉള്ളൂ ലക്ഷ്യം. നിങ്ങളൊരു കാര്യം ചെയ്യുക, SIയുടെ അടുത്ത് നിങ്ങൾ ചെല്ലുക, അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്, എന്നിട്ട് ഈ വേശ്യകളെയും ഞാൻ പറഞ്ഞു വിടാം. അവരും അവിടെ ചെന്നു, ഈ ഗുണ്ടയും അവിടെ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ടു, ഇനി മേലിൽ ആക്രമണമൊന്നും ഉണ്ടാകുകയില്ല, ഇനി അവിടെ പോവുക പോലുമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ആ പ്രശ്നം തീർത്തു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ആക്രമിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ തിന്മയുടെ വശത്താണെങ്കിലാണ് നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. കർത്താവേ, എനിക്ക് നൽകിയ ആ സമയത്തുണ്ടായ ചിന്തകളും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ മക്കളെ സഹായിക്കാനായിട്ട് അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.